السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد. ഫിഖ്ഹ് പാഠം 262. ളുഹാ നിസ്കാരം ഏറ്റവും ചുരുങ്ങിയത് 2 റക്അത്തും കൂടിയത് 12 റക്അത്തും ശ്രേഷ്ഠമായത് 8 റക്അത്തും ആണ് എന്നത് മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു തആല അൻഹു പ്രബലമാക്കി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ളുഹാ നിസ്കാരത്തിൻ്റെ റക്അത്ത് വർദ്ധിക്കുന്നതിനനുസരിച്ച് അതിൻ്റെ പ്രതിഫലവും മഹത്വവും ശ്രേഷ്ഠതയുമൊക്കെ വർദ്ധിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബൈഹഖി നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് അബൂദർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്നത് ഫത്ഹുൽ മുഈനിൻ്റെ വിശദീകരണ ഗ്രന്ഥമായ ഇആനത്തിലും മറ്റു പല കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും കൊണ്ടുവരുന്നത് കാണും. എന്താണ്? അബൂദർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇൻ സ്വല്ലൈത ളുഹാ റക്അതൈനി ലം തുക്തബ് മിനൽ ഗാഫിലീൻ. നീ 2 റക്അത്ത് ളുഹ നിസ്കരിക്കുകയാണെങ്കിൽ നിന്നെ ഗാഫിലീങ്ങളിൽ രേഖപ്പെടുത്തപ്പെടുകയില്ല. 2 റക്അത്ത് എന്ന് പറയുന്നത് ളുഹയുടെ ഏറ്റവും ചുരുങ്ങിയ രൂപമാണ്. അത് നിസ്കരിക്കുകയാണെങ്കിൽ 2 റക്അത്തെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ ഗാഫിൽ എന്ന ടൈറ്റിൽ ചാർത്തപ്പെടാതെ രക്ഷപ്പെടും. ഗാഫിൽ അഥവാ അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധയിൽ കഴിയുന്നയാൾ, ആ ഒരു ചാപ്പ കുത്തപ്പെടാതെ രക്ഷപ്പെടാൻ കഴിയും 2 റക്അത്ത് നിസ്കരിക്കുകയാണെങ്കിൽ. ഔ അർബഅൻ കുതിബത മിനൽ മുഹ്സിനീൻ. 4 റക്അത്ത് നിസ്കരിച്ചാലോ? 4 റക്അത്താണല്ലോ അതിനൽ കമാൽ അഥവാ പരിപൂർണതയിൽ നിന്ന് കുറഞ്ഞത്. അത് നിസ്കരിച്ചാൽ നിന്നെ മുഹ്സിനീങ്ങളിൽ എഴുതപ്പെടും, ഇഹ്സാനുള്ള ആളുകൾ. ഇന്ന റഹ്മത്തുല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ എന്നൊക്കെ മുഹ്സിനീങ്ങളെ പ്രശംസിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞല്ലോ. അപ്പോൾ മുഹ്സിനീങ്ങളിൽ ചേർക്കപ്പെടും 4 റക്അത്ത് നിസ്കരിച്ചാൽ. ഔ സിത്തൻ കുതിബത മിനൽ ഖാനിതീൻ. 6 നിസ്കരിച്ചാൽ ഖാനിതീൻ എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിൽ, അള്ളാഹുവിന് അറിഞ്ഞുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന, അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്ന ഖാനിതീങ്ങളിൽ ഒരു ഇടം പിടിക്കാൻ നിനക്ക് കഴിയും. ഔ സമാനിയൻ കുതിബത മിനൽ ഫായിസീൻ. 8 നിസ്കരിച്ചാലോ നീ ഫായിസീങ്ങളിൽ പെട്ട് കഴിഞ്ഞു, വിജയികളിൽ പെട്ട് കഴിഞ്ഞു. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഔ അശ്റൻ ലം യുക്തബ അലൈക ദാലിക്കൽ യൗം ദംബുൻ. 10 റക്അത്ത് ളുഹ നിസ്കരിച്ചാൽ അന്നേ ദിവസം നിനക്ക് ഒരു പാപവും എഴുതപ്പെടുകയില്ല നിൻ്റെ പേരിൽ. ഔ സിൻതൈ അശ്റത. 12 റക്അത്ത് നിസ്കരിച്ചാലോ ബനല്ലാഹു ലക ബൈതൻ ഫിൽ ജന്ന. സ്വർഗത്തിൽ നിനക്ക് അള്ളാഹു ഒരു വീട് പ്രദാനം ചെയ്യും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അപ്പോൾ ളുഹയുടെ റക്അത്തുകളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് കൂടുതൽ മഹത്വങ്ങളും ശ്രേഷ്ഠതകളും പോരിശകളും പ്രതിഫലങ്ങളും സ്ഥാനമാനങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ ഹദീസ് നമ്മോട് വിളംബരം ചെയ്യുന്നത്. ആകയാൽ കഴിവിൻ്റെ പരമാവധി ളുഹയെല്ലാം വർദ്ധിച്ച തോതിൽ നിസ്കരിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയുള്ള തൗഫീഖുകളൊക്കെ അള്ളാഹു നമുക്ക് വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.